ആ പേര് പുറത്തു വിടുമ്പോൾ തന്നെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനും അമ്മയും അതുപോലെ ഞാൻ കംപ്ലൈന്റ് കൊടുത്ത ഫിലിം ചേംബറും എത്രത്തോളമാണ് സിനിമയുടെ ഈ ഒരു അവസ്ഥയെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് എൻ്റെ ബോധം പോലും ഈ ലീക്കാക്കിയവർക്ക് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചവർക്ക് ഒരു സിനിമയിൽ 5 വർഷമായിട്ട് നിൽക്കുന്ന എൻ്റെ ബോധം പോലും അവർക്കില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളൂ. ശരിയാണ്, ഇങ്ങനൊരു കുറ്റകരമായിട്ടുള്ള ഒരു വ്യക്തിയെ പൊതുസമൂഹത്തിലോട്ട് വലിച്ചിറക്കാൻ എളുപ്പമാണ്. പൊതുസമൂഹത്തിന്റെ എന്താ പറയാ, അവരറിയേണ്ടതാണ്. പക്ഷേ ഈ കുറച്ച് വേറെയും നിങ്ങൾ ആരും ചിന്തിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്ത കുറെ ആളുകളുടെ ജീവിതം ഇയാളെ വെച്ചുകൊണ്ട് എടുത്ത സിനിമയിലുണ്ട്. അവരെ നമ്മൾ പരിഗണിക്കണം. പരിഗണിക്കാതെ ചെയ്ത ഒരു മോശം നിലപാടായിപ്പോയി. ഇതാരാണോ ലീക്ക് ചെയ്തത് അവരുടെ പിന്നാലെ ഞാൻ പോകാൻ പോകുന്നില്ല. പക്ഷെ ആരാണോ ലീക്ക് ചെയ്തത് അതിന് നമ്മൾ പച്ചയ്ക്ക് വേറെ ഒരു വേർഡ് വെച്ച് പറയും, മോശമായിപ്പോയി. അത്രയും എനിക്ക് ഇപ്പോൾ ഇത് മീഡിയാസിന്റെ മുന്നിൽ പറയാൻ തോന്നുന്നില്ല. അത്രയും മോശമായി പോയി അവരെ കാണിച്ച പ്രവൃത്തി, ലീക്ക് ചെയ്തത്, അതിന്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തിയത് വളരെ മോശമായി പോയി. ഉറപ്പായിട്ട് നഷ്ടപ്പെടില്ലേ? എന്നെ കാണുന്ന ഈ ആളുകൾക്കും അല്ലെങ്കിൽ നിങ്ങൾ പറ നഷ്ടപ്പെടില്ലേ? തീർച്ചയായും നഷ്ടപ്പെടും. അത്രയും വിശ്വസിച്ച് പരാതി നൽകാൻ ഒരു തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റും ഇല്ലാതെ എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിന്ന് ഞാൻ സ്വയമേ ഒരു തീരുമാനമെടുത്ത് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഇതിപ്പോ ഞാൻ ഒരു തുറന്നു പറച്ചിൽ, അത് ആർക്കും ഒരു സിനിമയുടെ പേരും പോലും പറയാതെ ഇപ്പൊ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ നൽകിയ പരാതി ആ സിനിമകളെയൊക്കെ ബാധിക്കത്തില്ലേ? അതെൻ്റെ ഒരു കൺസിഡറേഷൻ അല്ലേ, എനിക്ക് അവരോടുള്ളൊരു കൺസിഡറേഷൻ. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ ആ പ്രൊഡ്യൂസേഴ്സിനെയും ആ ടെക്നീഷ്യൻസിനും ഒക്കെ ഇയാളുടെ പേര് പുറത്തു വരുമ്പോൾ, ഇയാൾക്കൊരു നെഗറ്റിവിറ്റി വരുമ്പോൾ ഈ പറയുന്ന സിനിമകളെയൊക്കെ അത് ബാധിക്കും, വളരെ മോശമായി ബാധിക്കും.